ഈ ഒരു സമയം നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സമയം നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവന് തുല്യം ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ കാര്യങ്ങൾ അറിയാനും ആ വ്യക്തിയോട് സംസാരിക്കാനും ആ വ്യക്തിയോട് അടുത്തിടപഴകാനുമാണ് നിങ്ങൾക്കിഷ്ടം. അതല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ മനസ്സിലില്ല, നിങ്ങളുടെ ചിന്തയിലില്ല. എന്നും ആ വ്യക്തിക്ക് ഒപ്പം നിന്ന് ആ വ്യക്തിയോട് ചേർന്ന് നിന്ന് ജീവിച്ചു പോകാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സറിയാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും കൃത്യമായൊരു ധാരണ മൂലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും നിങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോഴും വലിയ വലിയ തടസ്സങ്ങൾ കാര്യത്തിലുണ്ടാകുന്നു. ആരൊക്കെയോ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തച്ചുടയ്ക്കാനും തകർത്ത് കളയാനും ശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുനീളെ നിങ്ങൾ കണ്ടതാണ്. ആ വ്യക്തിയോട് മനസ്സ് തുറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം, നിങ്ങളോടുണ്ടായിരുന്ന ഇഷ്ടം, അതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ആർക്കും അറിയാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്നുണ്ടോ ഒന്നുപോലും അറിയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറക്കുന്നില്ല. നിങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാതെയും പ്രവർത്തിക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളില്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ മറ്റൊന്നിനെക്കുറിച്ചും പറയുവാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണ്ടതാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് നിങ്ങളെ അങ്ങനെ കാണാതിരിക്കാൻ കഴിയില്ല, നിങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇതൊന്നും അറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു സമയം ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? ഈ ഒരു നിമിഷത്തിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു നിമിഷത്തിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ നിങ്ങളുടെ ചിന്തകൾ കടന്നു പോകുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് വലിയ ജിജ്ഞാസയോടെയാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തി ഈ നിമിഷം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാനുണ്ടോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അത് വെറുപ്പോടെ ആവട്ടെ, സ്നേഹത്തോടെ ആകട്ടെ, അല്ലെങ്കിൽ നിർവികാരമായിട്ടാണെങ്കിലും ഞാൻ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണത്, ഏത് സമയത്തൊക്കെയാണ്, ഈ നിമിഷം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ നിമിഷം എൻ്റെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടോ, എൻ്റെ ചിന്തയുണ്ടോ എന്നുള്ള അതറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും മനസ്സ് തുറക്കാത്ത, ഒരിക്കലും മനസ്സ് തുറന്ന് പറയാത്ത, ഒരിക്കലും മനസ്സ് തുറന്ന് എൻ്റെ മനസ്സിൽ ഇതാണെന്ന് നിങ്ങളോട് വെളിപ്പെടുത്താത്ത ഒരാൾ, പക്ഷേ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ആൾ ഒപ്പമുണ്ടെങ്കിൽ മറ്റെന്തിനേയും മാറ്റിമറിച്ചുകൊണ്ട്, മറ്റെന്തിനേയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു പോരുന്ന നിങ്ങൾക്ക് ആ വ്യക്തി ഇപ്പോൾ എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നറിയാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും. ആ ആഗ്രഹം നിങ്ങൾക്ക് ശക്തി നൽകും. ആ ആഗ്രഹം നിങ്ങൾ സത്യസന്ധമായി അറിയുകയും വേണം. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും പോസിറ്റീവായ ഇഷ്ടം, പ്രണയം,
നന്മ, സഹായം, സഹകരണം, കരുണ എന്നിവ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളോട് വെറുപ്പുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്ര നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, എത്ര അകൽച്ചയുണ്ടെങ്കിലും നിങ്ങൾ പതുക്കെ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വളവും തിരിവുകളും ഒക്കെ കഴിഞ്ഞ് മുൻപ് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നൊരു കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന ഒരിടം, ആ ഇടത്തിപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടെന്ന് ആ വ്യക്തി കരുതുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തയിലൂടെ ആ ഇടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെ ഓർമ്മിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും ആ വ്യക്തി നിലനിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യക്തിയുടെ ആ സ്വാധീനം നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ കൃത്യമായി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ കൃത്യമായി ആലോചിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങളുണ്ടായിരുന്നെങ്കിലെന്ന് ആ വ്യക്തിയുടെ മനസ്സ് തേടുകയാണ്. നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി നിങ്ങളെ മറന്നു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെൻ്റെ സംസാരം കേൾക്കുന്ന ഏത് സമയത്താണെങ്കിലും, ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങൾ ഈ വീഡിയോയിലെ ശബ്ദം കേൾക്കുന്ന സമയത്തും എത്ര അകലത്താണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അങ്ങനെ ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സത്യമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല. ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതിനെ ഒഴിച്ചാൽ ഇപ്പോഴും നിങ്ങളെ തേടുന്ന ഒരു മനസ്സാണ് ആ വ്യക്തിയുടെ മനസ്സ്. പുറമേ പല സാഹചര്യങ്ങൾ കൊണ്ടോ പ്രതിസന്ധികൾ കൊണ്ടോ അത് പറയാൻ പറ്റാതിരിക്കുമ്പോഴും ആ വ്യക്തി അറിയുന്നൊരു കാര്യം, ആ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യം, നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ അപ്പുറത്തേക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നിനെക്കുറിച്ച് പറയാനോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.